ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു വെറൈറ്റി പുട്ടാണ് കേട്ടോ. നമ്മൾ അതിന് പുട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വാട്ടിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ അതേ കറക്റ്റ് ഒരു ഗ്ലാസ് പൊടി, അപ്പോൾ നമുക്ക് പുട്ടുപൊടിക്ക് അത് കറക്റ്റാവും. എന്നിട്ട് നമ്മൾ വാട്ടിയതിന് ശേഷം ഉപ്പിടുക. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. നമ്മൾ പുട്ടുപൊടി പ്രത്യേകിച്ച് വാങ്ങിക്കൊന്നും വേണ്ട. നമ്മുടെ സാധാരണ പൊടി എടുത്തിട്ട് ആ പൊടി നമ്മൾ ഇതുപോലെ വാട്ടിയിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അടിപൊളിയാണ് പുട്ടിന് കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കുക. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. വേപ്പില, അതേപോലെ തന്നെ ക്രഷ് ചില്ലി ഇല്ലേ, അതിട്ട് കൊടുക്കുക. അടിപൊളിയാണ് കേട്ടോ ഈ പുട്ട്. നമുക്ക് പപ്പടം വേണ്ട, നല്ല പാൽച്ചായ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഈ പുട്ട് കഴിക്കാൻ പറ്റും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിത് ഉണ്ടാക്കുന്നതാണ്, സൂപ്പറാണ്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഈ പൊടി, അതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്, കണ്ടില്ല, ക്രഷ് ചെയ്തിട്ട് കൊടുന്ന് വെച്ചതാണ്. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പൊടി ഇട്ടിട്ട് തേങ്ങയ്ക്ക് പകരം ഈ മസാല ഇട്ട് കൊടുക്കുക. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളിയാണ്, സൂപ്പറാണ്, വെറൈറ്റി പുട്ടാണ്. കാണാൻ തന്നെ രസമാണ്, അതേപോലെ കഴിക്കാനും. അസ്സലാമു അലൈക്കും.